ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2025 ഫെബ്രുവരി മാസത്തിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രതീക്ഷിക്കാം. ഓക്കെ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൽസണിൻ്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത തിരുത്തിയത്. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമാക്കി. മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം റൊമാനിയയുടെ സിമോണ ഹാലപ്പ് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും ടെസ്റ്റ്, ഏകദിനം, T20 അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണ. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും ടെസ്റ്റ്, ഏകദിനം, T20 അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണ. ബ്രസീൽ ഫുട്ബോൾ താരം മാഴ്സലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100-ാം വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100-ാം വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന്. ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന്. 25,555 രൂപയുടേതാണ് പുരസ്കാരം. ശൂരനാട് കുഞ്ഞൻപിള്ള ഇദ്ദേഹമാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിതയാണ് ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വെച്ചോണേ. ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. മൈക്കിൾ മാർട്ടിൻ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മൈക്കിൾ മാർട്ടിൻ അയർലൻഡിൻ്റെ പ്രധാനമന്ത്രി. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദിമുത് കരുണരത്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്ക്. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി നേപ്പാൾ.
എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. ഇതും കൂടെ ഓർത്ത് വെച്ചോണേ. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച് ജമ്മു കാശ്മീർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാകുന്നു. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാവുന്നു. കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്. 2019-25 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്. 2019-25 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക്. മികച്ച വനിതാ താരമായി ന്യൂസിലൻഡിൻ്റെ അമേലിയ കെർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് ബുംറ ഫാൻസൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഓർക്കുമായിരിക്കും അല്ലേ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക്. മികച്ച വനിതാ താരമായി ന്യൂസിലൻഡിൻ്റെ അമേലിയ കെർ തിരഞ്ഞെടുക്കപ്പെട്ടു. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം സച്ചിൻ ടെണ്ടുൽക്കർക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്നു CK നായിഡു. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്ക്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 135 റൺസ് നേടി റെക്കോർഡിട്ട് അഭിഷേക് ശർമ്മ. ഒരു ഇന്നിങ്സിൽ കൂടുതൽ 6 എന്ന 13 റെക്കോർഡ് സ്വന്തമാക്കാനും യുവതാരത്തിനായി. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. 2023 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് ചെറുവയൽ രാമൻ. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ചു. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും
പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹയായി. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ സ്വാറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ സ്വാറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥിന്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥിന്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്